മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തിനിടെ ബഹ്റൈനിലാകെ 33 ഷെൽട്ടറുകൾ തയ്യാർ. 13,000-ഓളം ആളുകളിലേക്ക് സഹായം എത്തിക്കാനായി ഷെൽട്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മുഹമ്മദ് റഹീസ് ഇപ്പോൾ ദുബായിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മുഹമ്മദ് റഹീസ്, എന്തൊക്കെയാണ് ഈ സംഘർഷ സാഹചര്യം സംബന്ധിച്ച പുതിയ വിവരങ്ങൾ? മുഹമ്മദ് റഹീസ്. ഉന്മേഷ്, നിലവിൽ ഇപ്പോൾ ബഹ്റൈനിൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഏതാണ്ട് ഒരു 45 മിനിറ്റ് മുൻപാണ് ഈ അപായ സൈറൺ മുഴങ്ങി ആളുകൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം എന്നുള്ള അറിയിപ്പ് ലഭിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും ഈ ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. അതായത് ആകെ 33 ഷെൽട്ടറുകൾ ബഹ്റൈനിൽ തയ്യാറായിട്ടുണ്ട്. 13 ഷെൽട്ടറുകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ്ട് 13,000-ഓളം ആളുകളിലേക്ക് സഹായങ്ങൾ എത്തിക്കാനായി, അതായത് വൈദ്യസഹായവും ഒപ്പം തന്നെ മറ്റ് ഈ ജനവാസ മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം കൂടി ചേർത്ത് 13,000-ഓളം ആളുകളിലേക്ക് തങ്ങൾ ഇറങ്ങി ചെന്നിട്ടുണ്ട് ഈ ഒരാഴ്ചക്കിടയിൽ എന്നുള്ള വിവരമാണ് ബഹ്റൈന്റെ ഈ ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത്. ഒപ്പം തന്നെ അവിടുത്തെ സേന കൃത്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ ശബ്ദങ്ങളും മറ്റുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതിൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. ഈ സ്ഫോടനങ്ങളൊക്കെയും നടക്കുന്നത് അത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്ഫോടനങ്ങൾ നടക്കുന്നത്. അല്ലാതെ മറിച്ച് ഈ തരത്തിൽ ഏതെങ്കിലും ജനവാസ മേഖലയിൽ ഈ ഡ്രോണുകളോ മിസൈലുകളോ വീണ് ആക്രമണം ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടല്ല എന്നുള്ള വിവരം കൂടി അറിയിക്കുന്നുണ്ട്. എന്തായാലും വിപുലമായ ഒരുക്കങ്ങളാണ് ബഹ്റൈനിൽ എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പൊതു ഇടങ്ങളിൽ കൂടി നിൽക്കുമ്പോൾ അവിടെ അത് കൂടി നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു റൂള് അല്ലെങ്കിൽ അത്തരത്തിലൊരു നിയന്ത്രണം ഇതുവരെ എവിടെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ബഹ്റൈനിൽ ഇത്തരത്തിലൊരു നിയന്ത്രണം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ഇന്നലെ ഉണ്ടായ തുടർച്ചയായ ആക്രമണങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ്. ഇന്നലെ പുലർച്ചെയും ഒപ്പം തന്നെ ഇന്നലെ വൈകിട്ടുമൊക്കെ ബഹ്റൈനിൽ കാര്യമായിട്ടുള്ള ആക്രമണം ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിൽ എന്തായാലും ഇപ്പോൾ ഈ തരത്തിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നതിനെ വിലക്കുന്നതും ഒപ്പം തന്നെ ഈ പുതിയ ഷെൽട്ടറുകൾ തുറക്കുകയും വിപുലമായി തന്നെ രക്ഷാപ്രവർത്തനവും ഒപ്പം തന്നെ ആളുകളെ സുരക്ഷിതരാക്കുന്ന പ്രവർത്തനവും തുടരുന്നത്. ഉന്മേഷ്. മുഹമ്മദ് റഹീസാണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.